പിടിക്കപ്പെട്ടത് ഇത്രമാത്രം ഉണ്ടെങ്കിൽ ഇനി അറിയാത്തത് എത്രമാത്രം കാണും ഒന്ന് ആലോചിച്ച് നോക്കി. 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം. 10 ലക്ഷം രൂപ പെട്ടെന്ന് മുടക്കാൻ ഒരു ഫാമിലിക്ക് ഉണ്ടെങ്കിൽ അവരുടെ ആസ്തി അത്രമാത്രം വലുതായിരിക്കും. അവരെന്തിനീ MTS പോലെ ഒരു എക്സാം എഴുതാൻ വരണം? മാത്രമല്ല എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോവാൻ പറ്റും? എഡ്യൂക്കേറ്റീവ് വന്ന അന്നു മുതൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി, എക്സാമുകൾ കുറേ തവണ ഹോൾഡ് ചെയ്തു, മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ തവണ കേൾക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ന് ഒരു ബേസ്മെന്റിനകത്ത് ഇത്രയും ടെക്നോളജിയിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ, ഒരു സെന്ററിന്റെ ഒത്താശയോടുകൂടി ചെയ്യാൻ പറ്റിയെങ്കിൽ, അത് നമ്മൾ അറിഞ്ഞുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇന്നത്തെ ഈ ടെക്നോളജി വേൾഡിൽ അറിയപ്പെടാത്ത എന്തോരം കാര്യങ്ങൾ കാണും. എന്ത് വിശ്വസിച്ചായിരിക്കും നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നത്? ഒരു എക്സാമിന് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എത്ര രാത്രി പകലാക്കിയാണ് അവരിരുന്ന് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സെൻട്രൽ എക്സാം ആകുമ്പോൾ ആരും കോടീശ്വരരോ ഭയങ്കര പൈസക്കാരോ ഒന്നുമല്ല, മറിച്ച് ഒരു ജോലി കിട്ടണം, അവന്റെ ഭാവി കെട്ടിപ്പിടിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി അവൻ ഒരുപാട് സമയം ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഇന്ത്യയിൽ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും അവനിരുന്ന് അവന്റെ പ്രിപ്പറേഷൻ മുമ്പോട്ട് വെക്കാണ്. ആ 1 വർഷം അവന്റെ കണ്ണുനീരാണ് അവൻ മാറ്റിവെക്കുന്നത്, അവന്റെ വിയർപ്പാണ് അവൻ മാറ്റിവെക്കുന്ന ഒരു റിസൾട്ടായിട്ട്. അത് കിട്ടാം, കിട്ടാതിരിക്കാം, ചിലപ്പോൾ അടുത്ത എക്സാമിലേക്ക് പോവാം. പക്ഷെ അവൻ കൊടുക്കുന്ന ഒരു എഫേർട്ടിനുണ്ടല്ലോ, ആ എഫേർട്ടിന് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന എഡ്യൂക്കേറ്റീവ് ആയിക്കോട്ടെ, അവർ തീർച്ചയായിട്ടും ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്സാമിന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞു വരുന്നത് SSC MTS എക്സാമിനെ പറ്റിയിട്ടാണ്. കാരണം 2026 അതായത് ഇത്രയും ടെക്നോളജിയൊക്കെ ഡെവലപ്പായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു എക്സാം സുതാര്യമായി നടത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എത്ര ദയനീയമായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും. കൃത്യമായി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ 16ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന അവസര സമത്വത്തെ കൃത്യമായി ലംഘിച്ചുകൊണ്ട്, ഒരു കുട്ടിക്ക് കിട്ടേണ്ടുന്ന പരിഗണന കൃത്യമായി ലംഘിച്ചുകൊണ്ട്, ഇന്ത്യയിലുള്ള ഏതാണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു എക്സാം സെന്ററിന്റെ ബേസ്മെന്റിൽ ഈ നിലവിലത്തെ സാഹചര്യത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സാമിനെ അട്ടിമറിച്ച് ഹാക്ക് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഉത്തരങ്ങൾ കൊടുത്ത് അട്ടിമറിയിലൂടെ ഒരു ജോലി സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടം. ഇത് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജികൾ, അല്ലെങ്കിൽ ഇതില്ലാതെ ഈ എക്സാമിനേഷൻ നടക്കാനുള്ള ടെക്നോളജികൾ ഉണ്ടായിട്ടും അതിലേക്ക് പോവാതെ എക്സാം നടത്തുന്ന SSCയെ നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ കഴിയും? അതായത് ഇത് മാത്രമല്ല, ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ ആ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. ആ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. തീർച്ചയായും. നമുക്ക് ഒരു ബേസ്മെന്റിനകത്ത്, അതായത് പല കുട്ടികൾക്കും അറിയത്തില്ല, അദ്ദേഹത്തോട് പറയാണ്. അതായത് ഒരു ഫ്ലോറിൽ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കമ്പ്യൂട്ടറിനകത്ത് എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റത്തെ ഹാക്ക് ചെയ്തുകൊണ്ട്, അതിനെ മിറർ ചെയ്തുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടർ ബേസ്മെന്റിലിരുന്ന് ഒരു ടീം വർക്ക് ചെയ്യാണ്. അതായത് ബേസ്മെന്റിനകത്ത് അവർ എന്ത് ആൻസർ കൊടുക്കോ ആ കൊടുക്കുന്ന ആൻസറാണ് മേളിലത്തെ സ്ക്രീനിൽ തെളിയുന്നത്. അതായത് ഫിസിക്കലി ആ കുട്ടി ഒരു എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇരുന്നാൽ മതി. അയാൾക്ക് വേണ്ടിയിട്ട് എക്സാംസ് മൊത്തം താഴെ 10 ലക്ഷം മേടിച്ചുകൊണ്ട് ഒരു ടീം എക്സാം എഴുതി കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ടെക്നോളജി ഇത്രമാത്രം മാറിയ സമയത്ത് നമുക്കിപ്പോൾ വേണമെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കമ്പ്യൂട്ടർ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ന് ആ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരു എക്സാം സെന്ററിലെ കമ്പ്യൂട്ടേഴ്സ് എത്രമാത്രം സുതാര്യമാണെന്ന് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ഒരു അന്വേഷണ ഏജൻസി തീർച്ചയായിട്ടും വരണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാം, ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ മറച്ചുകൊണ്ട് അടുത്തൊരു എക്സാം ഡേറ്റ് കണ്ടുപിടിച്ച ഇത്രയും ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ദിവസം കണ്ടുപിടിച്ചു, പക്ഷെ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റുന്നു. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവരെന്ത് മെഷറാണ് മുന്നോട്ട്? തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്ന, അതായത് യാഥാർത്ഥ്യം പുറത്തു വന്ന ഒരവസരമാണ്. സാർ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രമാണ് ഈ നടന്നിട്ടുള്ളത്. എന്നും മാത്രം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എത്ര കുട്ടികൾ സുതാര്യമല്ലാത്ത ജോലിയിൽ കയറിയിട്ടുണ്ടായിരിക്കും, എത്ര പേരുടെ അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെ പറ്റി കൂടി അന്വേഷിച്ച് ഇപ്പം നിലവിലുള്ള MTS എക്സാമിൽ ഇത്തരത്തിലുള്ള സാധനം കണ്ടുപിടിച്ചു, ഇനി ഭാവിയിൽ ഇതിലും വലിയൊരു സംഗതി വരാം. അതിനെ തടയിടാൻ വേണ്ടി എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു നടപടിയും ഈ ഏജൻസിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഇതില് ഒരു ഗവൺമെന്റിന് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ
എന്ത് രാജ്യവികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നു സങ്കല്പിക്കുക. അവർ കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? ഞാൻ 10 ലക്ഷം രൂപ ഒരു ആവശ്യത്തിന് വേണ്ടി ചെലവാക്കി, എനിക്ക് എങ്ങനെ പോയാലും കുഴപ്പമില്ല, അത്രയും പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ അഴിമതിക്കാരനായി മാറണം. അങ്ങനെ ഒരു കറപ്റ്റഡ് ഒരു എൻവയോൺമെന്റിലേക്കല്ലേ അത് മാറിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി എവിടെ നടക്കും? ഇതിനേക്കാളും ഭീകരമായ ഒരു വിഷയം എന്താണെന്നറിയാം? നമ്മുടെ കുട്ടികൾക്ക് ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടർ പണി മുടക്കുന്നു. അത് എത്രമാത്രം വലിയൊരു ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യ മുഴുവനും എത്രയോ ലക്ഷം ആളുകൾ എഴുതിയൊരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ പല സെന്ററുകളുടെയും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോ ടെക്നിക്കൽ ഇഷ്യൂസോ കാരണം ആ പരീക്ഷ നടത്താൻ പറ്റാതെ വരികയാണ്. സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു? ആ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ 7:30 മറ്റോ ഉള്ള ഒരു ഷിഫ്റ്റ്, ആദ്യത്തെ ഷിഫ്റ്റിൽ കയറേണ്ട കുട്ടി ആ പരീക്ഷയ്ക്ക് മുന്നേ അവിടെ എത്തുകയാണ്. ചിലപ്പോൾ ഒരു 50, 60, 70 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരിക്കും അവൻ്റെ വീട്. അത്രയും ദൂരം താണ്ടി ആ എക്സാം സെന്ററിലെത്തി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് പരീക്ഷ എഴുതാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ആ പരീക്ഷ ഒരുപക്ഷെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് വെച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകുകയാണ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം വികൃതമായിരിക്കും. ഒരു കുട്ടി എത്ര നാളുകൾ അധ്വാനിച്ച്, അതായത് ഒരുപക്ഷെ അവന് 1ാം റാങ്ക് കിട്ടേണ്ട കുട്ടിയാണെന്ന് വിചാരിക്കും, ആ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടാൻ അർഹനായിട്ടുള്ള അത്രയും കഷ്ടപ്പെട്ട് ദിനരാത്രങ്ങൾ ഒഴിഞ്ഞു വെച്ച് പഠിച്ചൊരു കുട്ടിയായിരിക്കാം. ഒരുപക്ഷെ അവൻ്റെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണും. അന്ന് രാവിലത്തെ ആ വണ്ടിക്കൂലിക്കുള്ള പണം അവൻ മറ്റേതെങ്കിലും തരത്തിലൂടെ സോഴ്സിലൂടെ പണിയെടുത്തുണ്ടാക്കിയായിരിക്കും അവൻ ആ പരീക്ഷയ്ക്ക് പോയത്. രാവിലെ ഭക്ഷണം പോലും കഴിക്കാണ്ടായിരിക്കും ആ കുട്ടി ആ എക്സാം എഴുതാൻ പോയത്. അവനോട് പറയുകയാണ്, ഇന്നത്തെ എക്സാം ക്യാൻസൽ ചെയ്തു, താൻ മറ്റൊരു ദിവസത്തെ റീഷെഡ്യൂൾ ചെയ്യുന്ന ദിവസം വന്ന് വീണ്ടും പരീക്ഷ എഴുതാൻ. വീണ്ടും ഈ ചിലവുകൾ അവൻ ഏറ്റെടുത്തുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കുട്ടിയോട് എന്ത് വാല്യൂ ആണ് ഗവൺമെന്റിന് കൊടുക്കാനുള്ളത്? അല്ല, അത് ഒന്നാമത്തെ ഇഷ്യൂ ആണ്. ഇത് മാറ്റിവെക്കുന്നു നമുക്ക് പറയാം. പക്ഷെ ചില കമ്പ്യൂട്ടറുകളാണെങ്കിൽ അത് ആദ്യം കുറേ സമയത്തേക്ക് വർക്ക് ആവത്തില്ല, അത് കഴിഞ്ഞ് കുറച്ച് സമയം വർക്ക് ആവുന്നു. ഒരു കുട്ടിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അവന്റെ എക്സാം റീഷെഡ്യൂൾ മറ്റൊരു ഡേറ്റിലേക്ക് ബാക്കിയൊന്നും മാറ്റുന്നില്ല. അത് അവന്റെ വിധിയാണെന്ന് കരുതി അവൻ അങ്ങ് സമാധാനിക്കാം. സോ ഇതിന് ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നേ പറ്റത്തുള്ളൂ. ഇത് എല്ലാവരുടെയും ആവശ്യമാണ്. പഠിക്കുന്ന അല്ലെങ്കിൽ നാളെ പഠിക്കാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും, ഓക്കെ ഞാൻ എഴുതിയ ഷിഫ്റ്റ് അല്ലല്ലോ, ഇതെന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ, ഞാൻ ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ നാളെ നിങ്ങളും ഈ ഘട്ടത്തിലൂടെ കടന്നു പോകും. അന്ന് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഈ പ്രശ്നം വരുന്നത്. സോ ഇത് പ്രതികരിക്കേണ്ടത്, എല്ലാവരിലേക്കും അറിയിക്കേണ്ടത്, ഇതിനൊരു മാറ്റം വരേണ്ടത് എല്ലാവരുടെയും കടമയാണ്. പക്ഷേ ഒരു രസകരമായ സംഗതിയുണ്ട്, ഒരൊറ്റ മലയാളം ചാനലുകൾ പോലും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കോഴ്സുകൾ കൊടുത്ത് ആ കുട്ടികളോട് എന്ത് നീതിയാണ് ഈ സ്ഥാപനങ്ങൾ കാണിക്കുന്നത്? നമ്മൾ സത്യത്തിൽ ഈ 8 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത് ഒരു മലയാളം ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു മലയാളം ചാനൽ പോലും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു നാഷണൽ മീഡിയ ഞാൻ മൊത്തം എടുക്കുകയാണ്, ആരും ഇതിനെ അഡ്രസ് ചെയ്യുന്നില്ല. അതായത് എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടിയെടുത്ത് വീണ്ടും പഠിക്കും, ഞങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരും. പക്ഷെ ആ ചിന്തയല്ല. സത്യമായി പറഞ്ഞ് ഓക്കെ, ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൃത്യമായിട്ട് ഒരാളെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ഒരു എക്സാം വരുന്നു, ഇന്ന സാധ്യതയുണ്ട്, നീ പഠിക്കണം. പക്ഷെ ചിലതാണെങ്കിലൊക്കെ വേക്കൻസി കുറവാണ്, നിന്റെ സാധ്യത ചെറുതായിരിക്കും, പക്ഷെ എഫേർട്ട് കൊടുത്താൽ നന്നായിട്ട് മേലോട്ട് കയറി വരാൻ പറ്റും. ഇത് സത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരാനും, ഒരു പ്രശ്നം വന്നാൽ ഓക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് നിങ്ങൾ അഡ്രസ് ചെയ്യാനും സൂപ്പർ നോട്ട്സ് എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ മോട്ടോ. അല്ലാതെ ഞങ്ങൾ ഒരു ഒരു ബിസിനസ് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. അത് പക്ഷേ ഓരോ കുട്ടി പഠിക്കുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴും അത് സമൂഹത്തിലേക്ക് എത്തിച്ച് നാളെ അതിനൊരു മാറ്റം വരണം. തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രശ്നം ഇഷ്യൂ ഇനി ഉണ്ടാവരുത്. അതിനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന എക്സാംസിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ, ഒരുപക്ഷെ അധികാരി വർഗത്തിന്റെ മുന്നിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം വരുള്ളൂ. ഇപ്പം സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് UPSC ഇന്ത്യ മുഴുവൻ നടത്തുന്ന പരീക്ഷയാണ്. അത് എഴുത്ത് പരീക്ഷ ഉൾപ്പെടെ ഫിസിക്കലായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ CBT എക്സാമിൽ എത്തരത്തിൽ പരിഹരിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കൽ എക്സാമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവിലേക്കോ ഒക്കെ പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വീണ്ടും പോകുന്നത് പ്രതിഷേധാർഹമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം കൂടിയാണെന്ന് കണക്കാക്കി പ്രതിഷേധിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് അത്രയും നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അധികാരി വർഗ്ഗങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തണം. ഭയം കൂടാതെ ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള ഓരോ അപ്ഡേറ്റുകളും അത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കാണും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, എന്നും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ കാണും. പല ന്യൂസ് ചാനൽസിലും പറയുന്ന പോലെ സത്യമായി അറിയിക്കാൻ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മൾ
ഒരു കാര്യവും മറച്ചു വയ്ക്കത്തില്ല. എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി നമ്മൾ കീപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അത് മാറപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സെഷൻ കാണാം.